ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഈ വാർഡ്രോബ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, എല്ലാം ഡിസോർഡറായി കിടക്കുന്നത്. കുട്ടികളുടെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എൻ്റെ മോള് ഇന്നൂസിൻ്റെ ഡ്രസ്സ് വെക്കാൻ മേടിച്ചതാണ് ഈ ഒരു വാർഡ്രോബ്. മേടിച്ചിട്ട് ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞ് കാണും. 2000 സംതിങ് വില ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് ഏകദേശം ഡാമേജായി, സിപ്പൊക്കെ കേടുവന്നു. അതുപോലെ പൊടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞാനത് കഴുകി മടക്കി എടുത്ത് വെച്ചു, ഗോഡൗണിൽ വെച്ചു. അപ്പോൾ ഈ ഒരു വാർഡ്രോബിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അതിൻ്റെ വീല് കേടന്നിട്ടുണ്ട്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഒഴിവാക്കാൻ തോന്നിയില്ല. കുറേ കാലം മോളെ ഡ്രസ്സ് വെച്ചു, കുറേ കാലം മോളെ പുസ്തകങ്ങൾ വെച്ചു, കുറേ കാലം മോളെ ടോയ്സ് വെച്ചു. ഇപ്പോൾ ഇതിൽ പലതും വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ ആയി സെറ്റാക്കി വെച്ചിട്ട് ഒക്കെ ഒതുക്കി വെച്ചതായിരുന്നു. പിന്നെ ഓരോ ദിവസം ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവന്ന് വെച്ച് ആകെ ഡിസോർഡറായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാർഡ്രോബിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ രാസനാദി ചൂർണ്ണമുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ നീരിറക്കം വരാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നെറുവിലൊന്ന് തിരുമ്മും. അപ്പോൾ തുമ്മലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച് വെച്ചതാണ്. പിന്നെ ഗ്ലിസറിൻ ഉണ്ട്. ഇത് കുറച്ചായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം നടന്നിട്ടില്ല. പിന്നെ നല്ല അത്തറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതൊരു 3-4 വർഷമായി മേടിച്ച് വെച്ചിട്ട്. ഞാൻ പിന്നെ അത്രയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിങ്ങനെ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിച്ച് ഇത്ര ആയി. നല്ല സ്മെല്ലാണ്, നല്ല ബിസ്ക്കറ്റ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു സ്മെല്ലുള്ളൊരു അത്തറുണ്ട്. ആ ഒരു അത്തർ എനിക്കിഷ്ടമുള്ളൂ. അത്തർ കിട്ടാനില്ല. അത് ഇവിടെ സൗദിയിൽ നിന്ന് അജ്മൽ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നൊരു അത്തറായിരുന്നു. ആ അത്തർ കിട്ടാനില്ല. അപ്പം അതിനോട് ഏകദേശം സാമ്യമുള്ളൊരു അത്തറാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല, എന്നാലും കുറച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. പിന്നെ ഇത് ബിഷറളാപ്പ എന്ന് പറയും. ആ എളാപ്പ തന്നൊരു കൊട്ടൻ ചുക്കാതി തൈലാണ്. എനിക്ക് കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നതാണ്. കുറേ ആയി ഇത് തന്നിട്ട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ കറ പിടിച്ച മാതിരി ഉണ്ട്. പക്ഷേ ഈ ഒരു ഓയിൽ നല്ല പവറാണ് കേട്ടോ. ഒരു പ്രാവശ്യം തേച്ചാൽ തന്നെ വേദന മാറും. അപ്പോൾ ഞാനിത് ഒഴിവാക്കിയില്ല. അഥവാ വേദന വന്നാൽ തേക്കാമല്ലോ. പിന്നെ സ്മെല്ലും കുഴപ്പമില്ല. പുറം ഭാഗം കണ്ടിട്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചതാണ്. പിന്നെ ഇതിലുള്ളത് റോസ് വാട്ടർ ഉണ്ട്, പിന്നെ ചെറുതേനുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല, ഒരു പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു. ഇതിൻ്റെ ചൊയ എനിക്കിഷ്ടാവുന്നില്ല. പിന്നെ മോള വളമുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു 2 മാസം മുമ്പ് മേടിച്ചതായിരുന്നു. എൻ്റെ മുഖമൊക്കെ ഒന്ന് കരുവാളിച്ചപ്പോൾ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് മേടിച്ചു. 1 മാസം യൂസ് ചെയ്തു. കുഴപ്പമില്ലാത്ത റിസൾട്ടായിരുന്നു. ഏകദേശം 3 മാസമെങ്കിലും ഉപയോഗിക്കണം. പിന്നെ ഞാൻ ഉപയോഗിച്ചില്ല. ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റാണ്. പിന്നെ ഇതിൽ പഴയൊരു കീ ഉണ്ട്. പിന്നെ മോളെ ലെഗ് ചെയിന്, പിന്നെ
ഇന്നലെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് ഡോളോ. പിന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണ് ഇത്. ഞാൻ ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ അതിനൊപ്പം കിട്ടിയതാണ്. പിന്നെ വരുന്നത് ഇതൊരു കുരുക്കള ബാമാണ്. നമുക്ക് കാലൊക്കെ എവിടെയെങ്കിലും ചെന്നിടിച്ചാലോ ഒന്ന് ഉളുക്കിയാലൊക്കെ ഒന്ന് തേക്കാൻ പറ്റിയ ഒരു ബാമാണ്. ഇത് തേച്ചാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ബദാമും പിസ്തയും അങ്ങനെ പല നട്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ, അത് ചിക്കൻ്റെ പണി അവിടെ വെച്ചത്. പിന്നെ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ ഒരു പഴയ വാസ്ലൈൻ ഉണ്ട്. പിന്നെ ഒരു ചാർജർ പിന്ന്, അതുപോലെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഞാൻ കുറച്ച് കാലം ട്യൂഷൻ ഹബ്ബ് നടത്തിയിരുന്നു. ഐഷ മെഹക്ക്. ഇത് അവൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ഒരു ട്രോഫി ആയിരുന്നു. അവൾ മേടിച്ചു കൊണ്ടായിട്ടില്ല. പിന്നെ ഗ്ലൂ ഗണ്ണ്, ഇതൊക്കെ മേടിച്ചിട്ട് കുറേ ആയി, ഇപ്പോൾ ഉപയോഗിക്കില്ല. പിന്നെ വരുന്നത് തിരൂരങ്ങാടി നഗരജനകീയ ആരോഗ്യ കേന്ദ്രം, അവിടുത്തെ ഒരു മരുന്ന് ഷീറ്റാണ്. പിന്നെ ഒരു 2019 മേടിച്ചൊരു റിങ്. ഇതുപോലത്തെ മാലയും കമ്മലും വളയൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഒരു 5 വർഷം പഴക്കമുള്ള ഒരു ബണ്ണ. പിന്നെ ഇതിൽ ചെറിയ ബാറ്ററി വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി പിന്നെ മുട്ട് പിന്നെ ഇതെന്താ, പിന്നെ മൗസ്, ലാപ്ടോപ്പിൻ്റെ മൗസാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇത് കേടുന്നു. പിന്നെ ഒരു ബണ്ണുണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ ഫാനിൻ്റെ റിമോട്ട് ഉണ്ട്. എന്താ സ്ക്രൂ ഡ്രൈവർ, മോളെ കാണിക്കുന്ന ബ്രെഡ്, നെയിൽ കട്ടർ. പിന്നെ മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കത്തിയോ പിന്നെ നമ്മൾ ഒന്ന് വീണിട്ട് മുറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ തേക്കാൻ പറ്റിയൊരു ഓയിൽമെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ബ്രഷുണ്ട്, ബ്ലഷ് ചെയ്യുന്ന ബ്രഷർ. പിന്നെ ഇതിൽ വരുന്നത് മുസ്ഹഫൊക്കെ വെച്ച് ഓതാൻ പറ്റിയ ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് താഴോട്ട് ഇറക്കി ഉണ്ടോ. ഇത് മേടിച്ചിട്ട് ഏകദേശം 2 വർഷമായി, മുസ്ഹഫൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എന്നങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയത്. അല്ല, ഖുറാനുണ്ട് അടുത്തൊക്കെ. എൻ്റെ ഒരു പഴയ ഡയറി ഉണ്ട്. കീബോർഡ്, വയർലെസ് കീബോർഡാണ്. ഇതിപ്പോൾ 2019 മേടിച്ചതാണ്. ഇതിൽ ഇംഗ്ലീഷ് അറബി കീകൾ വരുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചൊരു ഫയലാണ്. ഇതിൽ കുറേ അടുക്കി വെക്കാനുണ്ട്. ഡാറ്റ ഫോമാണത്.
ഇതിൽ കുറേ മുസല്ല വരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന മുസല്ല. പിന്നെ ഇത് ഇക്കൻ്റെ മൂത്താപ്പൻ്റെ മോൻ തന്നൊരു മുസല്ല. പിന്നെ ഇതിൽ വരുന്നത് വള്ളിച്ചാട്ടം, ചാടുന്ന കയറ്. പിന്നെ ഇതിലൊരു കുഞ്ഞു ബാസ്ക്കറ്റ് വരുന്നുണ്ട്. ഈ ബാസ്ക്കറ്റിലാണ് ഞങ്ങൾ മെഡിസിൻസൊക്കെ വെക്കുക. അത്യാവശ്യം ഉപയോഗിക്കുന്ന മെഡിസിൻസൊക്കെ ഇതിലാണ് വെക്കുക. ഐ ഡ്രോപ്സ്, പിന്നെ പാരസെറ്റമോൾ ഉണ്ടാവും. പിന്നെ ജെല്ല്, ഊരവേദനക്കും കാലുവേദനക്കൊക്കെ തേക്കാൻ പറ്റിയ ജെല്ലുണ്ട്. പിന്നെ സൺസ്ക്രീന്, മുഖത്ത് ഉള്ള അടയാളങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂട്ടാമൈൻ, പിന്നെ ബാം, അതുപോലെ കുറച്ച് ടൈഗർ ബാമുണ്ട്. കുറേ ഒഴിവാക്കാനായിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ. പുണ്ണിനുള്ള ഓയിൽമെൻറ്റാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ഇതാ മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ കെട്ടാൻ പറ്റിയ ക്ലോത്ത്. പിന്നെ ഇതിലെന്താ വരുന്നത്, ഹെയർ കളറ്. പിന്നെ താഴെ എൻ്റെ ഞാൻ പി ജി ചെയ്ത പുസ്തകങ്ങളാണ്. MSc കൗൺസിലിംഗ് സൈക്കോളജി ചെയ്ത പുസ്തകങ്ങളാണിതൊക്കെ. ഞാൻ ചെയ്ത പ്രാക്ടിക്കലിൻ്റെ പകർപ്പ്. കുറേ ബുക്സ് ഉണ്ട്. അത് ഗോഡൗണിൽ വെച്ച് പഠനം കഴിഞ്ഞതുകൊണ്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ഇനി ഒക്കെ എടുക്കാം. എനിക്ക് ഗോഡൗണിൽ കയറ്റി വെക്കണം. പിന്നെ കത്രിക, ഇത് വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം 7 വർഷം കഴിഞ്ഞു കാണും. ഈ ഒരു ട്രേ വാങ്ങിയിട്ട് ഏകദേശം 12 വർഷമായി. അതിൽ കുറേ സാധനങ്ങളുണ്ട്. യൂട്ടക്സ്, വാച്ച്, പിന്നെന്താ ബ്രേസ്ലെറ്റ്, CD പെന്ന്, കളറ്, മാർക്കറ്, മാല, ക്രയോണ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇതിലുണ്ട്. പിന്നൊരു ക്യാപ്പുണ്ട്. പിന്നെ ഇതൊരു എമർജൻസി, ഇത് മൂത്തച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇതൊക്കെ പിന്നീട് ഓരോരുത്തർ കുത്തിക്കയറ്റി വെച്ചതാണ്. ഇനി അതൊക്കെ ഇതിൽ ആവശ്യമില്ലാത്തെല്ലാം ഒഴിവാക്കി രണ്ടാമത് സെറ്റ് ചെയ്ത് വെക്കണം. ഇന്നത്തെ പണി അതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുറേ കച്ചറകളും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എപ്പോഴും ക്ലീനാക്കി വെക്കുക. ഞാനും ക്ലീനാക്കി വെക്കാറുണ്ട്. ഇന്നത്തെ പണി ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം. കഴുകാനുള്ളത് കഴുകണം, ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.